ശ്വാസം വിലങ്ങുന്നത് പോലെ ഇന്നോളം നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു സാധനമാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത്. ഒരാളെ കൊല്ലാൻ കേൾപ്പുള്ള വസ്തു. ഗൗരിയുടെ കൈ തണുത്ത് മരവിക്കുന്നതറിയേ അവൻ്റെ ഉള്ളമൊന്ന് തണുത്തു. ഒരു നിമിഷം ദേഷ്യത്തിന് പോലും വ്യതിയാനം സംഭവിക്കുന്നത് അവൻ അറിഞ്ഞു. അപ്പോൾ വല്ലി മുത്തശ്ശൻ എന്താ പറഞ്ഞു വന്നത്? ഗൗരിയുടെ ഇടുപ്പിലെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് ചേർത്തുകൊണ്ടാണ് ആ ചോദ്യം. കൈകൾ ധാവണിക്കിടയിലൂടെ നഗ്നമായ വയറിൽ അമർന്നു. അവൻ്റെ കൈക്കുള്ളിൽ ഇരുന്ന് വിറകൊള്ളുകയാണ് അവളുടെ ഉടൽ. പകപ്പോടെ തന്നെ നോക്കുന്നവളെ അറിയുന്നുണ്ടെങ്കിൽ പോലും അവൻ ആ നോട്ടത്തെ അവഗണിച്ചു വിട്ടു. ബാക്കിയുള്ളവരൊക്കെ ശബ്ദം പോലും ഇല്ലാതെ ആ കാഴ്ച നോക്കി നിൽപ്പാണ്. അത് മോനെ. തനിക്ക് നേരെയുള്ള ശക്തിയുടെ നോട്ടം കണ്ടതും അയാളൊന്ന് വിക്കിപ്പോയി. മുന്നിൽ നിൽക്കുന്നവനെ പാശം കയ്യിലേന്തി യമനെ പോലെ തോന്നിപ്പോയി അയാൾക്ക്. തൊണ്ട വരണ്ട കൈകാലുകൾക്ക് വല്ലാത്തൊരു കുഴച്ചിൽ പോലെ. അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും മഹിയുടെയും എല്ലാം അവസ്ഥ ഇത് തന്നെയാണ്. കുറച്ച് മുൻപ് വെറുതെ ഒരു ചോദ്യം ചോദിച്ചതിന് തന്നെ കൊന്നില്ലെന്നേയുള്ളൂ. അപ്പോഴാണ് അതിലും അപ്പുറമായി അവളെ വേദനിപ്പിക്കുന്നത് പോലുള്ള വാക്കുകൾ. ഒരു നിമിഷം മുത്തശ്ശൻ്റെ അവസ്ഥ ഓർത്ത് അവന് സഹതാപം തോന്നിപ്പോയി. കുടുംബത്തിലെ കാരണവർ കളിക്കാൻ നോക്കിയതാ, പക്ഷെ ആള് മാറിപ്പോയി. ആ, എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന എന്തിനാ? ഇരിക്കെ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഗൗരി ചുറ്റിപ്പിടിച്ച് സോഫയിലേക്ക് ഇരുന്നുകൊണ്ടാണ് പാർച്ചിൽ. ശരിക്കും ഒരു ചെകുത്താനും മുന്നിൽ പെട്ടതുപോലെ നിന്നുപോയി അവർ. ഗൗരിയും അത്രയും പേടിയോടെ അവനെ നോക്കി നിൽപ്പാണ്. ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുള്ളതുപോലെ അവനെയും അവൻ്റെ കയ്യിലെ കണ്ണിലുമായി മാറി മാറി നോക്കിയവൾ. ഇരിക്കാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ശബ്ദമൊന്ന് ഉയർന്നതും അനുസരണയുള്ള കുട്ടികളെപ്പോലെ വന്നവരും അവിടെയുള്ളവരും സോഫയിലും ചെയറിലുമായിരുന്നു. ആദിത്യനും യാമയും അത്ഭുതത്തോടെ അവനെയും ഗൗരിയെയും ആ നിമിഷം ഒന്ന് നോക്കി. ഹ, ശ്വാസം വിടൻ്റെ ഭാര്യയെ. മുത്തശ്ശൻ കുടുംബസമേതം നമ്മളെ അനുഗ്രഹിക്കാൻ എത്തിയതല്ലേ? വിറച്ചുകൊണ്ട് കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നവളോടായി പറഞ്ഞതും ആദ്യമായി കാണുന്നത് പോലെ അവൾ ആ മുഖത്തേക്ക് നോക്കി. ഒരു തരത്തിലും അവനെ ഗൗരിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആരെയും ഒന്നിനെയും പേടിയില്ലാത്ത ഒരുവൻ. ഒരു നിമിഷം അവനും ആ കണ്ണുകളുടെ തിളക്കത്തിൽ കുടുങ്ങി. കണ്ണാ? മഹിയാണ്. രണ്ടുപേരുടെയും കണ്ണിൽ നോക്കിയുള്ള ഇരിപ്പ് കാണെ വിളിച്ചു പോയതാണ് അവൻ. അവളിൽ നിന്നും നോട്ടം വീട്ടിച്ചുകൊണ്ട് അവൻ ചുറ്റുമൊന്ന് നോക്കി. എല്ലാവരും ഇരുന്നോ ഇരുന്നില്ലെന്നുള്ള മട്ടിലാണ്. മുള്ളിന്മേൽ നിൽക്കുന്ന പോലെ. ശക്തിയുടെ കണ്ണിലും ചുണ്ടിലും ഒരുപോലെ പുച്ഛം നിറഞ്ഞു. വാഗുകൊണ്ട് വിഷം തുപ്പുന്നവനെ അറിയൂ. എതിരെ നിൽക്കുന്നവൻ ഒന്ന് കണ്ണിൽ നോക്കിയാൽ പോലും വിറകൊള്ളും. ഇതുപോലെയുള്ളവനെല്ലാം. അപ്പം പറഞ്ഞു വന്നത്, ആരെയും ഒന്നും അറിയിക്കാനുള്ള സാവകാശം എനിക്കുണ്ടായിരുന്നില്ല. വയസ്സ് 30 ഇങ്ങനെ ഒറ്റയ്ക്ക്. എനിക്കും ഒരു കൂട്ടൊക്കെ വേണ്ടേ? ഗൗരിയെ നോക്കിക്കൊണ്ട് എല്ലാവരോടുമായാണ് പാർച്ചിൽ. ഗൗരിയുടെ മിഴികൾ തെല്ലിട അവനിൽ നിന്നും ചലിച്ചതേയില്ല. ഉള്ളിൽ നിറയുന്ന വികാരം എന്താണെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. ആദ്യമായാണ് കുറ്റപ്പെടുത്തുന്നവർക്ക് ഒറ്റപ്പെടുത്തുന്നവർക്കും ഇടയിൽ ഒരാൾ ചേർത്ത് പിടിക്കുന്നത്, അത്രമേൽ കരുതൽ കാണിക്കുന്നത്. ഇവളെ കണ്ടപ്പോൾ എനിക്ക് വേണമെന്ന് തോന്നി. അതുകൊണ്ട് കൂടെ കൂടി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടോ? കയ്യിലെ പിസ്റ്റളിൻ്റെ ഭംഗി നോക്കിയെന്ന് ആസ്വദിച്ചുകൊണ്ടാണ് ആ ചോദ്യം. ഉമ്മിനീരിറക്കിക്കൊണ്ട് ചുറ്റുമുള്ളവരൊക്കെയും ഇല്ലെന്ന് തലയാട്ടി. അപ്പം ശരി, എല്ലാവരും 2 ദിവസം നിന്നിട്ടൊക്കെ പതിയെ പോയാൽ മതി. സോഫയിൽ നിന്നും എഴുന്നേറ്റ് പിസ്റ്റൾ ഷർട്ടിന് പുറകിലായി വെച്ചുകൊണ്ട് പറഞ്ഞു. ബാക്കിയുള്ളവരുടെ ശ്വാസം ഒന്നയഞ്ഞു തുടങ്ങിയത് ആ നിമിഷമാണ്. അടുത്ത നിമിഷം തന്നെ ഒന്ന് കുനിഞ്ഞുകൊണ്ട് അവൻ ഗൗരിയെ വാരിയെടുത്ത് കയ്യിലൊതുക്കി. ഒന്നെതിർക്കാൻ പോലുമുള്ള ധൈര്യം അവൾക്ക് ആ നിമിഷം ഉണ്ടായിരുന്നില്ല. ചുറ്റും നിൽക്കുന്ന അതിഥികളുടെ മുഖമൊക്കെയും ഇരുണ്ടു. പക്ഷെ പുറത്ത് കാണിക്കാൻ വയ്യ. മുൻപത്തെ പോലെ ആവില്ല. വെറുതെ വിടില്ല. എന്തും ചെയ്യും. നിയമത്തിനെ വളച്ചൊടിച്ച് രക്ഷപ്പെടുകയും ചെയ്യും. ആരെയും നോക്കാതെ അവളുമായി പടികൾ കയറുമ്പോൾ അവരെ വെറുതെ വിട്ടതിൻ്റെ അമർഷം അവനിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ കിടക്കുന്നവൾ തൻ്റെയാണ്, തൻ്റെ മാത്രമാണ് അല്ലെന്ന് കേൾക്കുന്നത് പോലും ഭ്രാന്ത് പിടിപ്പിക്കുന്ന അവസ്ഥയിലാണ് ശക്തി. എന്തൊക്കെയാ ശേഖര ഇത്? അവൻ എന്തൊക്കെയാ കാണിക്കുന്നത്? ഭദ്ര മരിച്ചപ്പോഴേ പറഞ്ഞതാ അവൻ്റെ ഈ ഭ്രാന്തിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ. അതൊന്നും ചെയ്യാതെ നിന്നതിൻ്റെ ഫലമാണിപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെയും. ശക്തി പോയത് കണ്ടും ശങ്കരൻ പിന്നെയും തെങ്ങിലെന്ന അവസ്ഥയിലായിപ്പോയി കാരണവർ. ഇയാൾക്ക് ഇനിയും മതിയായില്ലേ എന്നതുപോലെ മഹിയൊന്ന് നോക്കി. ഞാനെന്ത് പറയാനാണ് വല്ലിച്ച? ആരെയും വെറുതെ ദ്രോഹിക്കുന്ന പദവൊന്നും എൻ്റെ കണ്ണനില്ല. അവന് പ്രിയപ്പെട്ടതിനെ പറയുമ്പോൾ അവന് കൊണ്ടു. എന്നെപ്പോലെ അല്ലാത്തത് കൊണ്ട് മുന്നിൽ നിൽക്കുന്നത് ആരെ എന്ന് പോലും നോക്കാതെ പ്രതികരിച്ചു. ഇതിൽ അവൻ്റെ തെറ്റ് എന്താണ്? ഒരു നിമിഷം തിരിച്ചു എന്തു പറയണമെന്ന് പോലും അറിയാതെ അയാൾ മൗനമായി. ഭദ്രയെ ഇടയ്ക്കൊക്കെ കുത്തി നോവിക്കുമ്പോൾ ബന്ധുവും സ്വന്തവും ഓർത്ത് കണ്ടിൽ നിന്ന് നടിച്ചിട്ടുണ്ട് ശേഖരൻ. അന്ന് പക്ഷേ ശക്തി പ്രതികരിക്കും. അപ്പോൾ ഏട്ടനെ സമ്മതിച്ചുകൊണ്ടാണോ ആ പെണ്ണിനെ അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ശക്തിക്ക് എന്താ വേറെ പെണ്ണെ കിട്ടാത്തതുപോലെ ഒരു 2ാം കെട്ടുകാരി? പുറത്തറിഞ്ഞാൽ തന്നെ നാണക്കേടാണ്. ശക്തിയുടെ രൂപത്തിൽ നിറഞ്ഞ അസൂയയോടെയാണ് സുമ അത് പറഞ്ഞത്.
മഹിയൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ മുറിയിലേക്ക് പോയി. ചിലതൊക്കെ കൊണ്ടു തന്നെ പഠിക്കണം. അപ്പോഴും അവന് ഭയം തോന്നി ശക്തിയുടെ പെരുമാറ്റത്തിൽ. അവൻ്റെ ഇഷ്ടമാണ് സുമൈ. കൂടെ ജീവിക്കുന്നത് അവനല്ലേ, അവർ ജീവിച്ചോട്ടെ. പിന്നെ ആ കുട്ടിക്ക് ഒരു കുറവും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ഒരു തവണ വിവാഹം കഴിഞ്ഞു എന്നത് അതൊന്നും ആദ്യമായി നടക്കുന്ന കാര്യമല്ലല്ലോ. അവനില്ലാത്ത കുഴപ്പം നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ട. മുത്തശ്ശനൊരു തീർപ്പ് പോലെ പറഞ്ഞിട്ട് മുറിയിലേക്ക് പോയി. പുറകെ അച്ഛനും. ബാക്കിയുള്ളവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. ഉദ്ദേശിച്ചത് ഒന്നും നടക്കാത്തതിൻ്റെ അമർഷം എല്ലാവരിലും ഉണ്ടായിരുന്നു. ഒപ്പം ശക്തിയോടുള്ള ഭയവും. മുഖം കുനിച്ച് തനിക്ക് മുന്നിലായി ഇരിക്കുന്നവളെ വീക്ഷിച്ചുകൊണ്ടിരിപ്പാണ് ശക്തി. റൂമിലെത്തിയിട്ട് ഈ നേരം വരെ മുഖത്തോട്ട് നോക്കിയിട്ടില്ല. വീട്ടിൽ കൊണ്ടുവച്ചതുപോലെ തന്നെ ഇരിപ്പാണ്. എത്ര നേരം ഇരിക്കുന്ന നോക്കിക്കൊണ്ട് അവനും. അതേ പതിയുള്ള അവളെ ശബ്ദം, മിഴികൾ പതിയെ ഉയർത്തിയുള്ള നോട്ടം. എന്തിനാ ഇത്? എന്ത്? ആ തോക്ക്? എക്സ്ക്യൂസ് മീ. അല്ല, അത് ആ തോക്ക് കയ്യിൽ വെച്ചത് അരയിൽ ഇപ്പോഴും അതുണ്ട് എന്നുള്ള ഭയത്തിലാണ് പെണ്ണിൻ്റെ ചോദ്യം. അവനൊരു IPS ഓഫീസർ ആണെന്നൊക്കെ കക്ഷി മാറുന്നു പോയ മട്ടാണ്. ശക്തിയിരിക്കുന്ന ചെയറിൽ നിന്നും എഴുന്നേറ്റു. ഗൗരിയൊന്ന് ഞെട്ടി. ചോദിച്ചത് ഇഷ്ടപ്പെട്ട് കാണില്ലേ എന്നൊരു ഭയം. അടുത്ത നിമിഷം ഒന്ന് കുനിഞ്ഞുകൊണ്ട് അവളുടെ മുഖം ഇരു കൈയിലുമായി അവൻ വാരിയെടുത്തു. മരവിച്ചതുപോലൊരു അവസ്ഥയിലായിരുന്നു ഗൗരി. നെഞ്ചൊക്കെ മിടിച്ചിപ്പോൾ പൊട്ടിപ്പോകും എന്നൊരവസ്ഥ. തൻ്റെ ഹൃദയം അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് പിടയ്ക്കുന്ന പോലെ. കണ്ണുകൾ കൊണ്ട് കൊത്തി വലിക്കുന്ന നോട്ടമാണ് അവനിൽ. ആ മുഖത്തേക്ക് നോക്കാതെ ഇരിക്കാനും കണ്ണുകൾ ഇറക്കി അടയ്ക്കാനും ശ്രമിച്ച് അവൾ തോൽവി സമ്മതിച്ചു. ഒരു വേള അവയ്ക്ക് പോലും പ്രിയം അവൻ്റെ നോട്ടത്തിനോടാണെന്ന് തോന്നിപ്പോയി ഗൗരിക്ക്. ഒരു വാക്കിൻ്റെ പോലും അകമ്പടിയില്ലാത്ത പ്രണയമായിരുന്നു അവനിൽ. അവൻ്റെ ബുദ്ധി അംഗീകരിച്ച് കൊടുക്കാത്ത ഹൃദയം സ്വീകരിച്ച പ്രണയം. അത്രമേൽ അഗാധമായിരിക്കും അത്. കണ്ണുകൾ വാക്കുകളുടെ സ്ഥാനം കയ്യേറും. സ്പർശനങ്ങൾ ഭാഷയുടെയും. ഹു ഐ ആം ഐ ടു യു. ഒരു നിമിഷം അവനിൽ നിന്നും ഉതിർന്നു വീണ ചോദ്യം അതാണ്. മുരളുന്നത് പോലുള്ള ചോദ്യം. അവളൊന്ന് വിറച്ചുപോയി. അതിനെന്ത് മറുപടി നൽകണം എന്നറിയാതെ കണ്ണുകൾ അവനിൽ നിന്നും തെന്നി മാറി. ശരീരം തളർന്നു. ഗൗരിയെ. വീണ്ടും ആ വിളി കാതിൽ മുഴങ്ങിയതും കവിളുകൾ നനച്ചുകൊണ്ടൊരു തുള്ളി കണ്ണിൽ നിന്നും പെയ്തു. 10 ദിവസത്തെ ഷൂട്ട് കൂടി ഉണ്ടായിരുന്ന രുദ്രന് തറവാട്ടിൽ നിന്നും ആരുമായും ഒരു കോണ്ടാക്റ്റ് പോലും ഇല്ലാത്തത് കൊണ്ട് ഗൗരിയെക്കുറിച്ചൊന്നും അറിയാൻ അവനും സാധിച്ചിരുന്നില്ല. തീർത്തും ഭ്രാന്ത് പിടിക്കുന്നത് പോലെയായിരുന്നു അവനും. നിമിഷങ്ങൾക്ക് മണിക്കൂറുകളുടെ ദൈർഘ്യമേറിയതുപോലെ. അവൻ്റെ ഓരോ മാറ്റവും നോക്കി കാണുന്ന ഗാഥയുടെ കണ്ണിലും മനസ്സിലും ഒരുപോലെ കനലെരിഞ്ഞു. ഒരുതരം ഭ്രാന്ത് തന്നെയാണ് അവൾക്ക് രുദ്രനോട്. ഒരിക്കൽ ലഹരി തലക്കി പിടിച്ചു പോയ രാത്രി ഗൗരി എന്ന് വിളിച്ചുകൊണ്ട് പടർന്നു കയറിയവനെ തടയാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. എല്ലാ അർത്ഥത്തിലും അവനെ സ്വന്തമാക്കാൻ മോഹിച്ച് തോറ്റുപോയി. ഒരു നിമിഷം ആ രാത്രിയിലേക്ക് അവളുടെ ചിന്തകൾ പാഞ്ഞു. ഫൈറ്റർ ഫിലിംസിൻ്റെ റിലീസ് ആഘോഷമാക്കി തീർത്ത രാവ്. രുദ്രൻ എവിടെ പോയാലും അവനൊപ്പം ഗൗരിയും ഉണ്ടാകുമായിരുന്നു. ഇൻറ്റിമേറ്റ് സീൻസ് പോലും അഭിനയിക്കാൻ വിസമ്മതിക്കുന്ന ചുരുക്കം ചില നായകന്മാരിൽ ഒരുവനാണ് രുദ്രൻ. അപ്സരസ് പോലൊരു പെണ്ണ് സ്വന്തമായുള്ളവന് മറ്റൊന്നിനോട് മോഹം തോന്നുന്നത് എങ്ങനെയെന്നുള്ളത് പൊതുവെയുള്ള ഒരു സംസാരമായിരുന്നു ഫീൽഡിൽ. അതൊക്കെ തന്നെയാണ് അവനോട് അടുക്കാൻ തന്നെ പ്രേരിപ്പിച്ചത്. ഗൗരിയോട് അവൻ കാണിക്കുന്ന ഭ്രാന്ത്. അവളെ നിന്ന് നോക്കാൻ പോലും ആരും മുതിർന്നിരുന്നില്ല. അല്ല, രുദ്രൻ അതിന് അനുവദിച്ചിരുന്നില്ല. നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അവളെ കണ്ടിട്ടില്ല. ആരെയും മുഖമുയർത്തി നോക്കാറ് പോലുമില്ല. രുദ്രന് പുറകിൽ അല്ലെങ്കിൽ അവൻ്റെ കൈക്കുള്ളിൽ അതായിരുന്നു അവളുടെ സ്ഥാനം. പലപ്പോഴും ആ സൂര്യയോടെ നോക്കി നിന്ന് പോയിട്ടുണ്ട് അവളെ. ഫംഗ്ഷൻ വെച്ച രാത്രി. ഗൗരി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ദിവസം. അവളുടെ ആരോഗ്യം കണക്കിലെടുത്ത് കൂടെ കൊണ്ടുവരാതിരുന്നതാണ് രുദ്രൻ. CEO ആർട്ടിസ്റ്റ് ആയതുകൊണ്ടുള്ള ഒരടുപ്പമുള്ളതുകൊണ്ട് ഒന്നിച്ചായിരുന്നു ഡ്രിങ്ക്സ് കഴിച്ചത്. അവനറിയാതെ അവൻ്റെ ഡ്രിങ്ക്സിൽ കലർത്തിയ മരുന്ന് അതൊന്നുകൊണ്ട് മാത്രമാണ് അവനെ തൻ്റെ റൂമിലെത്തിക്കാൻ സാധിച്ചത്. പാതിബോധത്തിലായിരുന്ന രുദ്രന് താൻ ഗൗരിയായിരുന്നു. അവളോടുള്ള ഭ്രാന്തമായ ആവേശം അവൻ തൻ്റെ ആദ്യങ്ങളിൽ തീർത്തു. അവൻ്റെ കാര്യത്തിൽ സ്വയം മറന്നുപോയി നിമിഷങ്ങൾ ഓടയടകൾ പരസ്പരം ആകുന്നു തുടങ്ങി. പൂർണ്ണമായും അവൻ തന്നിലേക്ക് ചേരാൻ തുടങ്ങിയ നിമിഷമാണ് പുറത്ത് ഡോറിൽ തട്ടി കേൾക്കുന്നത്. ഒരു നിമിഷം ഭയന്നു പോയിരുന്നു. വാതിൽ തുറക്കാതെ വന്നതും ആരോ അത് തള്ളി തുറന്നു. പുറത്ത് നിൽക്കുന്ന പോലീസും മീഡിയാസും മാടമ്പി തറവാട്ടിലെ അംഗങ്ങളും. ആ സമയമുള്ള തങ്ങളുടെ അവസ്ഥയിൽ നിന്നും അവിടെ നടന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സർവവും തകർന്നു നിൽക്കുന്ന ഗൗരിയുടെ രൂപം ഓർത്തതും ഗാഥയുടെ ഉള്ളിൽ നേരിയ കുറ്റബോധം തോന്നിപ്പോയി. പക്ഷെ അതിന് മുകളിലായിരുന്നു രുദ്രൻ. അവനോടുള്ള പ്രണയം. അടുത്ത ദിവസം മുതൽ ചാനൽ ചർച്ചകളിൽ നിറഞ്ഞുന്ന അവിഹിത കഥ. സ്റ്റൈലിഷ് ആക്ടർ രുദ്രൻഷിൻ്റെയും ഗാഥയുടെയും കാമകേളികൾ. ഒന്നിനെയും എതിർക്കാതെ തകർന്നു നിൽക്കുന്ന രുദ്രന് താനൊരു തണലായി. അവൻ്റെ അമ്മാമ്മ
ഗൗരിയുടെ താലി പൊട്ടിച്ചു അവൻ്റെ മുഖത്തേക്ക് തന്നെ എറിഞ്ഞു കൊടുത്തു. ഉറക്കെ കരഞ്ഞ ഗൗരിയുടെ കരച്ചിൽ ഇന്നും ഒരു വിങ്ങൽ തന്നെയാണ്. എല്ലാത്തിൽ നിന്നും ഒരു രക്ഷപ്പെടൽ. അതായിരുന്നു വിദേശത്തേക്കുള്ള ഈ യാത്ര. ഒപ്പം മുൻപേ എഗ്രിമെൻ്റ് എഴുതിയ ഒരു ഫിലിംസിൻ്റെ ഷൂട്ടിംഗ്. ഇതിനിടയിൽ പൂർണ്ണമായും ഒന്നായിന്ന് കള്ളം പറഞ്ഞ് അവനെ വിശ്വസിപ്പിച്ചു. അവൻ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തി. ആരോരുമില്ലാത്ത തനിക്ക് അവൻ താങ്ങായി. പക്ഷെ ഒരു സൗഹൃദം അതിലപ്പുറമൊന്നും അവനിൽ നിന്നും ലഭിച്ചിട്ടില്ല. അവന് മുന്നിൽ തുണി അഴിച്ചു നിന്നിട്ട് പോലും യാതൊരു വികാരവും അവനിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഒരു നിമിഷം ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിപ്പോയി ഗാഥ. ഇവിടെ നിന്ന് തിരിച്ചു പോയാൽ അവൻ വീണ്ടും ഗൗരി കൂടെ കൂട്ടും. അവളെ എന്നല്ല ആരെതിർത്തിട്ടും കാര്യമില്ല. ഓരോന്നോർക്കും തോറും അവളുടെ ഉള്ളം അസ്വസ്ഥമായി. ചോദ്യത്തിന് ഉത്തരം തരാതെ ഇരുന്ന് കരയുന്നവളെ കാണി ഒരു നിമിഷം പെരുവിരിൽ നിന്ന് ദേഷ്യം ഇരച്ചു കയറിപ്പോയി അവനും. 24 മണിക്കൂറും ഇരുന്ന് മോങ്ങിക്കൊള്ളാമെന്ന് വല്ല നേർച്ചയും നിനക്കുണ്ടോ? അലറിക്കൊണ്ട് ചോദിക്കുമ്പോൾ ഒരു നിമിഷം അവന് സകല നിയന്ത്രണങ്ങളും നഷ്ടമായിരുന്നു. ഭയന്ന് വിറച്ചുകൊണ്ട് ആ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു പോയി ഗൗരി. ശേ! അവളിൽ നിന്നും ദേഷ്യത്തോടെ പിടി അയച്ചുകൊണ്ട് അവൻ ടേബിളിൽ നിന്നും സിഗരറ്റ് എടുത്ത് കത്തിച്ചു. റൂമിനുള്ളിൽ പുക നിറയുന്നതും ആ ഗന്ധം അസഹ്യമായതും അറിയെ ഗൗരി ദയനീയമായി അവനെ നോക്കി. അത് കണ്ടിട്ടും കാണാത്തതുപോലെയായിരുന്നു അവൻ്റെ പ്രവർത്തികൾ. ആരോടൊക്കെയുള്ള ദേഷ്യം അവളോട് തീർക്കുന്ന പോലെ. അവരൊക്കെ പറയുന്നത് പോലെ അവൾ മറ്റൊരുവൻ്റെ ആയിരുന്നു എന്ന് പോലും ചിന്തിക്കാൻ അവന് വയ്യ. ഓർക്കുന്തോറും ഭ്രാന്ത് പിടിച്ചതുപോലെയായി ശക്തിക്ക്. വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് നിലത്തിട്ട് ചവിട്ടി അരച്ചുകൊണ്ട് വീണ്ടും അവൾക്ക് നേരെ തിരിഞ്ഞവൻ. കണ്ണുകൾ ചുവന്ന ഞരമ്പുകൾ വലിഞ്ഞു മുറുകിക്കൊണ്ടുള്ള ആ നോട്ടത്തിൽ ഗൗരി ഒരു നിമിഷം ഒന്ന് പതറിപ്പോയി. ഭയം ഒരു വ്യാളിയെപ്പോലെ അവളെ ഒന്നാകെ ചുറ്റി വരിഞ്ഞു. എന്നെ ഒന്നും ചെയ്യല്ലേ? കവളിൽ കുത്തിപ്പിടിച്ച് കണ്ണുകളിലേക്ക് നോക്കുന്നവനെ കാണെ അങ്ങേറ്റം ദയനീയമായിക്കൊണ്ടാണ് ആ വാക്കുകൾ. ഒരു നിമിഷം ശക്തിയുടെ കണ്ണുകൾ കലങ്ങി. ഹൃദയം മുറിയുന്ന പോലെ. അവളോട് വല്ലാത്ത പിണക്കം തോന്നിപ്പോയി അവന്. ഞാൻ തൊട്ടൽ എന്താടി? ഒരുക്കി പോവോ നീ? അതല്ല ഇപ്പോഴും മനസ്സിൽ. ചോദിക്കാനാവാതെ ശക്തിയും ഇനിയും അത് കേൾക്കാൻ വയ്യാതെ ഗൗരിയും മിഴികൾ ഇറക്കി അടച്ചു. ഒരു നിമിഷം അവനോട് തോന്നിയ അടുപ്പമെല്ലാം ആ ഒരു ചോദ്യത്തിൽ തന്നെ അവളിൽ മങ്ങലേൽപ്പിച്ചു. ജീവിക്കുന്ന കാലം മുഴുവനും താൻ കേൾക്കേണ്ട വാക്കുകളാണിത്. മറ്റെന്തെങ്കിലും ഏറി അവൾക്ക് വേദന തോന്നിയത് അവനത് ചോദിച്ചത് കൊണ്ടാണെന്ന് മാത്രം. മരവിച്ചു പോയിരുന്ന ഉള്ളം അത്രയും വേദന സഹിച്ചു കഴിഞ്ഞു. ഇനി ഒന്നിനും വയ്യാത്തതുപോലെ കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ചുവന്ന് കലങ്ങി മിഴികൾ കൊണ്ടുള്ള അവൻ്റെ നോട്ടം. ആ കണ്ണിൽ നിറയുന്ന ഭാവങ്ങളുടെ അർത്ഥം ചികിയാതെ മനഃപൂർവ്വം അവയിൽ നിന്ന് മുഖം തിരിച്ചു ഗൗരി. ഒരു കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു പോകുന്നവനെ കണ്ടുകൊണ്ടാണ് മഹി മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ആരെയും നോക്കാതെ കാറും എടുത്ത് പോകുന്നവനെ കാണി അവൻ്റെ കണ്ണുകൾ ഒന്ന് കുറുകി. ദേഷ്യം തലയ്ക്ക് പിടിച്ച് പാഞ്ഞു പോയതാണെന്ന് ഉറപ്പാണ്. ഒരു നിമിഷം ദീർഘമായി നിന്ന് നിശ്വസിച്ചു പോയി മഹി. അകത്തുള്ള പെൺകുട്ടിയോട് അവന് സഹതാപം തോന്നിപ്പോയി. അവൾക്ക് എങ്ങനെ ശക്തിയെ സഹിക്കാനാകും എന്നറിയില്ല. വാശിയും ദേഷ്യവും പകയും ആവോളം കൊണ്ടു നടക്കുന്നവനാണ്. എതിരെ നിൽക്കുന്ന ശത്രുവിനെ നരകിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്യുന്നവൻ. ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് പോലും നീതി പുലർത്തുന്നില്ലവൻ. അവിടെയും അവൻ്റെ ശരികൾ മാത്രമേ കാണൂ. ഗൗരിയെപ്പോലൊരു പെൺകുട്ടി അവനൊപ്പം എങ്ങനെ ജീവിച്ചു പോകുമെന്നത് ഒരു സമസ്യയാണ്. കണ്ണൻ പോയോ മഹി? ഉമ്മർത്തേക്ക് വന്നുകൊണ്ട് അച്ഛനാണ് ചോദിച്ചത്. വിരുന്നുകാരെല്ലാം മടങ്ങിപ്പോയിരുന്നു. പോയാലും ഉടൻ തിരിച്ചു വരും എന്നുറപ്പാണ്. ഇതിപ്പോൾ ശക്തി തോക്കെടുത്ത് വിരട്ടിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് മാത്രം. എനിക്കെന്തോ വല്ലാത്തൊരു വിഷമം തോന്നുന്നു വലിച്ച. ഗൗരിയുടെ കാര്യം. ആർക്കും ദ്രോഹമൊന്നും ചെയ്യാത്തൊരു കൊച്ച. ഞാൻ അവിടുത്തെ ജോലിക്കാരി വഴി അന്വേഷിച്ചിരുന്നു. എന്നെയാ അവർ കൺസൾട്ട് ചെയ്യാറുള്ളത്. നല്ലതേ പറയാനുള്ളൂ അതിനെക്കുറിച്ച്. ആ തറവാട്ടിൽ മനുഷ്യത്വം എന്നൊന്നുണ്ടെങ്കിൽ ഗൗരിക്കും രാഗിക്കും മാത്രമാണെന്ന്. പിന്നെ ആ കൊച്ചിൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത് എങ്ങനെയാണെന്ന് നമുക്കൊക്കെ അറിയാലോ. ടി വിയിലൊക്കെ വലിയ ന്യൂസ് ആയിരുന്നില്ലേ ആക്ടർ രുദ്രൻഷിൻ്റെ ആ അഫയർ? ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു മഹി. നമുക്ക് എന്ത് ചെയ്യാനാകും മഹി? ഗൗരിമോളെ കാണുമ്പോൾ ഭദ്രയെ തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ കുട്ടി ആ വീട്ടിൽ എന്തൊക്കെ സഹിച്ചതാവും കഴിഞ്ഞിട്ടുള്ളത് എന്നെനിക്ക് മനസ്സിലാകും. പിന്നെ കണ്ണൻ, എനിക്ക് ഉറപ്പുണ്ട് മഹി, അവൻ ആ കുട്ടിയോട് ഇത്രയും ഭ്രാന്ത് കാണിക്കുന്നത് അവൾ അവൻ്റെ അമ്മയെപ്പോലെ ആയതുകൊണ്ടാണ്. ഗൗരിയെ അവൻ സ്നേഹിക്കുന്നുണ്ട് മഹി. പക്ഷെ അത്ര വേഗം അത് സമ്മതിച്ച് തരില്ല അവൻ. പിന്നെ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. അവൻ്റെ ദേഷ്യവും വാശിയുമൊക്കെ അവൻ്റെ സ്വഭാവമാണ്. പെട്ടെന്നൊരു ദിവസം ഉണ്ടായ ഒന്നല്ലല്ലോ ഇത്. അവന് മാറുമായിരിക്കും. ആഗ്രഹിക്കുന്ന സ്നേഹം അതേ അളവിൽ ആ കുട്ടിയിൽ നിന്ന് ലഭിച്ചു തുടങ്ങുമ്പോൾ അവൾക്ക് വേണ്ടി സ്വയം നിയന്ത്രിക്കാനും ശ്രമിക്കും അവൻ. അവർക്ക് സമയം കൊടുക്കാൻ മഹി. ഒന്നെനിക്ക് ഉറപ്പുണ്ട്, ഗൗരിയെ പാതി വഴിയിൽ അവളെ തനിച്ച് വിടില്ലവൻ. ഉള്ളം കൈയിൽ പൊതിഞ്ഞു പിടിച്ചു നടക്കും, ആർക്കും വിട്ടുകൊടുക്കാതെ. ഗൗരിക്ക് ഇനി ഈ ലോകത്ത്
ശക്തിയുടെ ദേഷ്യം മാത്രം ഭയന്നാൽ മതിയാകും. വേറെയൊന്നും ആരും ഇനി അവളിൽ എത്തില്ല. പറയുന്ന കാര്യത്തിൽ അത്രയും വിശ്വാസമുണ്ടായിരുന്നു അച്ഛന്. അത് മഹിക്ക് മനസ്സിലാവുകയും ചെയ്തു. എവിടെയോ ഒരു തുള്ളി ആശ്വാസം അവനിൽ നിറഞ്ഞു. വെറും നിലത്ത് കരഞ്ഞു തളർന്നിരിപ്പായിരുന്നു ഗൗരി. ഇരുണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ മുറിയിൽ. ദേഷ്യം കാണിച്ചിറങ്ങിപ്പോയവൻ പിന്നെ തിരികെ വന്നിട്ടില്ല. അവളും പുറത്തേക്ക് ഇറങ്ങിയില്ല. അവളുടെ അവസ്ഥ അറിയുന്നതുകൊണ്ട് അച്ഛനും മഹിയും മുത്തച്ഛനും ഒന്നും അവളെ ബുദ്ധിമുട്ടിക്കാനും വന്നില്ല. ഇനിയും കരയാൻ കണ്ണുനീർ തനിക്ക് ബാക്കിയുണ്ടോ? ഓരോ തവണ കണ്ണുകൾ നിറയുമ്പോഴും അവളിൽ ഉയർന്ന ചോദ്യം ഇതാണ്. അടിമ പോലൊരു ജീവിതം. ഓർമ്മ വെച്ച നാൾ മുതൽ അതാണ്. അനുസരിച്ചും ശീലിച്ചും പോയി. എതിർക്കാനുള്ള കഴിവില്ലാതെ പോയി. അടിമയായി ജനിച്ചും അടിമയായി തന്നെ മരിക്കാനാണ് അച്ഛൻ പഠിപ്പിച്ചു തന്നത്. പക്ഷെ അമ്മ, ഒരു നിമിഷം അമ്മയുടെ ഓർമ്മയിൽ അവൾക്കുള്ളമൊന്ന് പിടഞ്ഞു. തന്നെയും രാഖിയെയും ഒരുപോലെ സ്നേഹിച്ചത് അമ്മ മാത്രമാണ്. തന്നെ കൊണ്ടാവുന്നത് പോലെ അമ്മ തങ്ങളെ പൊതിഞ്ഞു പിടിച്ചു. പഠിക്കാൻ വിടുന്നതിന് പകരം വിവാഹം നടത്താൻ തീരുമാനിച്ചതിനും ആദ്യമായി അമ്മ അച്ചമ്മയ്ക്ക് നേരെ ശബ്ദമുയർത്തിയത് അന്നാണ്. പക്ഷെ അമ്മ തോറ്റുപോയി. ആരും അമ്മയുടെ വാക്കുകൾ വിലക്കെടുത്തില്ല. രുദ്രേട്ടൻ പേടിയാണ് ആ മനുഷ്യനെ. ആ നിഴൽ പോലും കാണുന്നത്. പിടിച്ചടക്കാനായിരുന്നു അയാൾ എപ്പോഴും ശ്രമിച്ചത്. തൻ്റെ മനസ്സിനെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള പിടിച്ചടക്കൽ. ഓർമ്മകൾ ഉള്ളിലേക്ക് ഇരച്ചു കയറിയതും ഗൗരി തൻ്റെ മിഴികൾ ഇറക്കി അടച്ചു.